തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ വീട്ടമ്മയെ ലഹരി മരുന്നു കേസിൽപ്പെടുത്തിയതിന് പിന്നിൽ വൻ ഗൂഢാലോചന. എക്സൈസ് ഉദ്യോഗസ്ഥൻ കെ സതീശനും എറണാകുളം സ്വദേശി നാരായണദാസും ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഷീല സണ്ണിയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും ചാനൽ പുറത്തുവിടുകയാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഇതിപ്പോൾ ഞാൻ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിച്ചു. 72 ഒരു സാധാരണ ഒരു സ്ത്രീ 72 ദിവസമാണ് ജയിലിൽ കിടന്നത്. ലഹരിമരുന്ന് കേസിൽ പ്രതിയായി 72 ദിവസം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷമാണ് ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നത്. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനർ ലാബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ഷീലയുടെ പക്കൽ നിന്ന് കണ്ടെടുത്തത് LSD സ്റ്റാമ്പുകളല്ലെന്ന് തെളിഞ്ഞു. എന്നാൽ ഈ പരിശോധന നടന്ന 2023 മെയ് 9-നും 10 ദിവസം മുൻപ് NDPS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഗുരുതരമായ കേസിൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം ലഭിച്ചു? ഇക്കാര്യം അന്വേഷിക്കുമ്പോഴാണ് കേസിലെ ഗൂഢാലോചനകൾ പുറത്തുവരുന്നത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടിയിൽ എത്തിയപ്പോൾ റോഡരികിൽ വാഹനവുമായി നിന്നിരുന്ന ഷീല തങ്ങളെ കണ്ട് പരിഭ്രമിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരുടെ ബാഗിൽ നിന്നും വാഹനത്തിൽ നിന്നും 12 LSD സ്റ്റാമ്പുകൾ കണ്ടെടുത്തു. ഇങ്ങനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീശൻ സംഭവത്തെക്കുറിച്ച് മഹസറിലും FIR-ലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഞങ്ങൾ പുറത്തുവിടുന്ന CCTV ദൃശ്യങ്ങളും രേഖകളും. സംഭവം നടന്ന 2021 ഫെബ്രുവരി 27 രാവിലെ 10:04 ഷീല സ്വന്തം ബ്യൂട്ടി പാർലറിൽ എത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് പാർലറിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഷീലയെ തേടി ഉച്ചയ്ക്ക് 2:56 എക്സൈസ് സംഘം എത്തുന്നത്. പരിശോധന വിവരമറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടുന്നു. 4:42 സതീശനും സംഘവും അറസ്റ്റ് പൂർത്തിയാക്കി മടങ്ങുന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. ഇതേ CCTV ദൃശ്യങ്ങളിലൂടെ തന്നെ സതീശൻ്റെ മഹസറും FIR-ഉം പൊളിഞ്ഞു വീഴുന്നുണ്ടെങ്കിലും ഗൂഢാലോചനയെ സാധൂകരിക്കുന്ന തെളിവുകൾ വേറെയുമുണ്ട്. ഈ നാരായണദാസിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. എന്നിട്ടും എക്സൈസ് ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഇയാളുടെ അന്നത്തെ, അതായത് എന്നെ അറസ്റ്റ് ചെയ്ത ദിവസം കാലത്ത് ഇയാളുടെ ഫോൺ നമ്പർ എൻ്റെ പാർലറിൻ്റെ അവിടെ ടവർ കാണിക്കുന്നുണ്ട് കാലത്ത്. എന്നിട്ടും എല്ലാം തെളിവ് കിട്ടിയിട്ടും ഇവരെന്താണാവോ അറസ്റ്റ് ചെയ്യാത്തത്? എനിക്കൊന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോൾ അത് എക്സൈസിനെ അവർ തന്നെ സംരക്ഷിക്കാനാണോ ഒന്നും അറിയുന്നില്ല. തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സതീശൻ നൽകിയ രഹസ്യമൊഴിയാണ് സംഭവത്തിലെ ഗൂഢാലോചന വ്യക്തമാക്കുന്ന ഏറ്റവും നിർണായകമായ തെളിവ്. ഷീലയുടെ പക്കൽ രാസലഹരി ഉണ്ടെന്ന വിവരം കൈമാറിയ നാരായണദാസുമായി മുൻ പരിചയമുണ്ട്. ഷീല കേസിൽ പ്രതിയാകുന്നതിന് മുൻപ് ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലുമായി ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2023 ഫെബ്രുവരി 27 നാരായണദാസ് ചാലക്കുടിയിലെത്തിയാണ് ഷീലയുടെ വാഹനവും ബ്യൂട്ടി പാർലറും കാട്ടിത്തരുന്നത്. പിന്നീട് ഇയാൾ തന്നെ ഫോൺ വിളിച്ചറിയിച്ചതോടെയാണ് പരിശോധന നടത്തിയതെന്നും സതീശിൻ്റെ രഹസ്യമൊഴിയിൽ പറയുന്നു. ഇതിലെ ഡിറ്റക്ടിംഗ് ഓഫീസർ ഒരു രഹസ്യമൊഴി കൊടുക്കാനിടയുണ്ടായി. ആ സാഹചര്യം എന്താണെന്ന് നമുക്കിപ്പോഴും വെളിവായിട്ടില്ല. ഡിറ്റക്ടിംഗ് ഓഫീസർക്ക് 1 മാസം മുന്നേ തന്നെ ഇതിലെ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന MN നാരായണദാസിനെ പരിചയമുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ആ സമയം, ആ ദിവസം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചാലക്കുടി ഈ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അരികെ വന്നിട്ടുള്ളതും ഈ കെ സതീശൻ എന്ന് പറയുന്ന ആൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രം റെയിൽവേ സ്റ്റേഷൻ ഈ MN നാരായണദാസിനെ. അങ്ങനെ കുറേ കോൺട്രവേഴ്സീസ് ഇവർ തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. സോ എന്തുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഡിറ്റക്ടിംഗ് ഓഫീസറായ കെ സതീശൻ നാളിതുവരെ ഇത് വെളിപ്പെടുത്തിയില്ല. കെ സതീശനും നാരായണദാസും നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകളായും ടവർ ലൊക്കേഷൻ വിവരങ്ങളായും CCTV ദൃശ്യങ്ങളായും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് ഷീല സണ്ണിയെ ഒഴിവാക്കി നാരായണദാസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിയേർക്കുന്നത്. കേസന്വേഷണം പുരോഗമിച്ചതോടെ നാരായണദാസ് മുൻകൂർ ജാമ്യം തേടി. എന്നാൽ ഷീല സണ്ണിയുടെ വാദങ്ങൾ പരിഗണിച്ച് തൃശൂർ സെഷൻസ് കോടതി ഇയാളുടെ ജാമ്യം നിഷേധിച്ചു. ഇതോടെ നാരായണദാസ് ഒളിവിൽ പോയി. പക്ഷേ മാസങ്ങൾക്കിപ്പുറവും ഇയാളെ കണ്ടെത്താനോ കസ്റ്റഡിയിലെടുക്കാനോ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.